മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡെഫിനിഷൻ ഓഫ് മാനേജ്മെന്റ്, നേച്ചർ ഓഫ് മാനേജ്മെന്റ്, ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് എന്നിവ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് നമ്മൾക്ക് നേച്ചർ ഓഫ് മാനേജ്മെന്റ് എന്താണെന്ന് പരിശോധിക്കാം. Is management an art? Is it a science? Or can it be called a profession? മാനേജ്മെന്റിന്റെ പ്രകൃതം എന്താണ്, അഥവാ സ്വഭാവം എന്താണ്? അതൊരു കലയാണോ, അതോ ഒരു ശാസ്ത്രമാണോ, അതോ ഒരു തൊഴിൽ എന്ന രീതിയിലാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മാനേജ്മെന്റ് ഒരു ശാസ്ത്രമാണോ? ഇതിനുത്തരം നൽകണമെങ്കിൽ ശാസ്ത്രത്തിന്റെ പ്രത്യേകതകൾ എന്ത് എന്ന് അറിയണം. അത് നമുക്ക് പരിശോധിക്കാം. സയൻസ് ഹാസ് എ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ബേസ്ഡ് ഓൺ ലോജിക്കൽ ഒബ്സർവേഷൻസ്. അതായത് യുക്തിപരമായുള്ള നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തിയ അറിവുകളാണ് ശാസ്ത്രത്തിന് ഉള്ളത്. അതായത് ശാസ്ത്രീയ തത്വങ്ങൾ, ശാസ്ത്രത്തിൻ്റെതായ തത്വങ്ങളെല്ലാം വളരെ യുക്തിപരമായുള്ള നിരീക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. രണ്ടാമതായി, it has theories developed on the basis of experiments which can be verified through repeated experimentation. ശാസ്ത്രീയ തത്വങ്ങൾ എന്ന് പറയുന്നത് പരീക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ തത്വങ്ങൾ ആവർത്തിച്ചുള്ള പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാൻ കഴിയും. അതായത് ഒരു പരീക്ഷണത്തിന്റെ റിസൾട്ട് നമുക്ക് അതുപോലെ തന്നെ വേറൊരു പരീക്ഷണം നടത്തി അത് വസ്തുതാപരമാണോ, അതിൽ കിട്ടിയ റിസൾട്ട് പിന്നെയും കറക്റ്റ് ആണോ, വസ്തുതാപരമാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. മൂന്നാമതായി, സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ഹാവ് യൂണിവേഴ്സൽ വാലിഡിറ്റി. ശാസ്ത്രീയ തത്വങ്ങൾക്ക് യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ട്. അതായത് ലോകത്ത് എവിടെയും ഇത് പ്രായോഗികമാണ്. ഇത്രയുമാണ് ശാസ്ത്രത്തിന്റെ പ്രത്യേകതകൾ. ഒരു ശാസ്ത്രത്തിന് ഈ പറഞ്ഞ പ്രത്യേകതകൾ എല്ലാം തന്നെ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് മാനേജ്മെന്റിനെ സയൻസുമായി ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കാം. ലൈക്ക് സയൻസ്, management also has a systematic body of knowledge developed through logical observations. ശാസ്ത്രവുമായി താരതമ്യം ചെയ്യുമ്പോൾ മാനേജ്മെന്റിനും യുക്തിപരമായി നിരീക്ഷിച്ച വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചിട്ടയായ തിയറി ഉണ്ട്. അതായത് മാനേജ്മെന്റ് അറിവുകളും മാനേജ്മെന്റിലുള്ള തത്വങ്ങളും യുക്തിപരമായ നിരീക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ന് പറയാൻ സാധിക്കും. രണ്ടാമതായി, management thinkers have also conducted experiments and have suggested theories, but their results cannot be verified through repeated experimentation. This is because management deals with human behavior and human beings, and human behavior is unpredictable. എന്താണ് ഇവിടെ പറയുന്നത്? മാനേജ്മെന്റ് ചിന്തകരും എക്സ്പെരിമെന്റുകളൊക്കെ നടത്തി അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തിയറീസ് ഒക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ റിസൾട്ട്സ്, അതായത് ആ പരീക്ഷണങ്ങൾ കിട്ടിയിരിക്കുന്ന റിസൾട്ട്സിനെ നമുക്ക് പിന്നീട് അതേപോലെ എക്സ്പെരിമെന്റ് ചെയ്ത് വെരിഫൈ ചെയ്യാൻ, സാധൂകരിക്കാൻ സാധിക്കുകയില്ല. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ നോട്ട് ആസ് എക്സാക്ട് ആസ് സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ദി ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഇസ് നോട്ട് യൂണിവേഴ്സൽ. They may have to be modified according to changing situations. അതായത് മാനേജ്മെന്റ് തത്വങ്ങൾക്ക് യൂണിവേഴ്സൽ വാലിഡിറ്റി അഥവാ ഏത് സാഹചര്യത്തിലും പ്രായോഗികതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാവും ഉത്തരം. കാരണം എല്ലാ സാഹചര്യത്തിലും ഒരേപോലെ പ്രയോഗിക്കാൻ കഴിയുകയില്ല മാനേജ്മെന്റ് തത്വങ്ങൾ. സാഹചര്യം മാറുമ്പോൾ തത്വങ്ങളിൽ അയവ് വരുത്തേണ്ടതായി വരും. പക്ഷേ സയന്റിഫിക് തത്വങ്ങൾ, ശാസ്ത്രത്തിന്റെ തത്വങ്ങൾ ലോകത്തിൽ എവിടെയും എപ്പോഴും തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സയന്റിഫിക് പ്രിൻസിപ്പിളിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ന്യൂട്ടൺസ് തേർഡ് ലോയിനെ എടുക്കാം. ന്യൂട്ടൺസ് തേർഡ് ലോ എന്താണ്? എവറി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാ പ്രവർത്തനത്തിനും തുല്യമായ പ്രതിപ്രവർത്തനം ഉണ്ടാകും. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഈ തത്വം ലോകത്തെവിടെയും ആപ്ലിക്കബിൾ ആണ്, അല്ലേ? നമ്മൾ മലയുടെ മുകളിൽ നിന്ന് ഈ പരീക്ഷണം ചെയ്താലും, ഒരു റൂമിന്റെ ഉള്ളിൽ നിന്ന് ഈ പരീക്ഷണം ചെയ്താലും
അതിന്റെ റിസൾട്ട് നമുക്ക് സാധൂകരിക്കാൻ സാധിക്കും. അതിന് കിട്ടുന്ന റിസൾട്ട് രണ്ടിടത്തും ഒരുപോലെ തന്നെയായിരിക്കും. ഒരേ പ്രവർത്തനത്തിന് തുല്യമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകും. പക്ഷേ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഒന്നെടുത്ത് പരീക്ഷിച്ചു നോക്കിയാലോ? മാനേജ്മെന്റിലെ ഒരു പ്രിൻസിപ്പിളിന്റെ ഉദാഹരണം പറയാം. ഫെയർ റെമ്യൂണറേഷൻ, അതായത് ന്യായമായ വേതനം എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ ഒരു തത്വമാണ്. അതായത് ജീവനക്കാർക്ക് ന്യായമായ വേതനം നൽകണം. ഇതൊരു തത്വമാണ്, മാനേജ്മെന്റ് തത്വമാണ്. ഇനി ന്യായമായ വേതനം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു വലിയ സ്ഥാപനത്തിൽ ന്യായമായ വേതനം എന്ന് പറയുന്നത് ഒരു ചെറിയ സ്ഥാപനത്തിലെ ജീവനക്കാരന് കിട്ടുന്ന വേതനത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. രണ്ടുപേരും ഒരേ ജോലി തന്നെയാണ് ചെയ്യുന്നതെങ്കിലും ഒരു വലിയ സ്ഥാപനത്തിൽ ഒരു ജീവനക്കാരൻ ചെയ്യുന്ന ജോലി കുറച്ച് കൂടുതൽ വേതനം അർഹിക്കുന്നതായിരിക്കും. കാരണം ഒരു വലിയ സ്ഥാപനത്തിന് അതിനനുസരിച്ചുള്ള ജോലികളാണ് ഉണ്ടാവുക, അല്ലെ? ഇതേ ജോലി തന്നെയാണ് ഒരു ചെറിയ സ്ഥാപനത്തിൽ ഒരു തൊഴിലാളി ചെയ്യുന്നതെങ്കിലും ആ സ്ഥാപനം ചെറുതായതുകൊണ്ട് അയാളുടെ ജോലി ഭാരം അത്ര ഉണ്ടാകുകയില്ല. അതുകൊണ്ട് അവിടുത്തെ ന്യായമായ വേതനം എന്ന് പറയുന്നത് ആ വലിയ സ്ഥാപനത്തിലെ വേതനത്തിനെക്കാട്ടിലും കുറവായിരിക്കും. ഇവിടെ നോക്കൂ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സാഹചര്യത്തിനനുസരിച്ച് നമ്മൾക്ക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിൽ അയവ് വരുത്തേണ്ടി വരും. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഡിസ്കഷനിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? മാനേജ്മെന്റ് ഒരു സയൻസ് ആണോ? ഫ്രം ദിസ് ഡിസ്കഷൻ വി കൻ കൺക്ലൂഡ് ദാറ്റ് മാനേജ്മെന്റ് ഇസ് നോട്ട് എൻ എക്സാക്ട് സയൻസ് ലൈക്ക് ഫിസിക്സ് ഓർ കെമിസ്ട്രി. ഫിസിക്സോ കെമിസ്ട്രിയോ പോലെ ഒരു എക്സാക്ട് സയൻസ്, കൃത്യതയാർന്ന ശാസ്ത്രമല്ല മാനേജ്മെന്റ്. ഇറ്റ് കൻ ബി കോൾഡ് എ ബിഹേവിയറൽ സയൻസ് ഓർ എ സോഷ്യൽ സയൻസ്. ഒരു സാമൂഹിക ശാസ്ത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് മാനേജ്മെന്റിനെ വിശേഷിപ്പിക്കാം. Is management an art? മാനേജ്മെന്റ് ഒരു കലയാണോ? ഇതിന് ഉത്തരം നൽകുവാൻ നമ്മൾക്ക് ആദ്യം കലകളുടെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം. ആർട്ട് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് നോളജ് ആൻഡ് സ്കിൽസ്. അറിവും നൈപുണ്യവും ഉപയോഗിക്കുന്നത് കലയിൽ ഉൾപ്പെടുന്നു. അതായത് കല എന്ന് പറയുന്നത് അറിവിൻ്റെ നൈപുണ്യത്തിൻ്റെയും സംഗമമാണ്, അല്ലേ? നമ്മൾ ഒരു പാട്ടുകാരനെ എടുത്താൽ അദ്ദേഹത്തിന് പാട്ടിൽ അറിവുമുണ്ടാകും, അത് കൈകാര്യം ചെയ്യാനുള്ള നൈപുണ്യവും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. അതിൻ്റെ സമന്വയമാണ് അദ്ദേഹത്തിൻ്റെ കല എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത്, ആർട്ട് ഈൽഡ്സ് കോൺക്രീറ്റ് റിസൾട്ട്സ്. ഏത് കലയും പ്രായോഗിക ഫലങ്ങൾ നേടാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഒരു കലാകാരൻ, ഒരു പാട്ടുകാരനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കലയുടെ പൂർണ്ണരൂപം, അതായത് അദ്ദേഹത്തിൻ്റെ ഫലം എന്ന് പറയുന്നത്, കലയുടെ ഫലം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗാനമായിരിക്കും. ഒരു നർത്തകിയാണെങ്കിൽ അവരുടെ നൃത്തമായിരിക്കും. ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അദ്ദേഹം വരയ്ക്കുന്ന പടം അല്ലെങ്കിൽ പിക്ചർ ആയിരിക്കും, അല്ലേ? സോ ഓൾ ആർട്ട് ഫോംസ് ഈൽഡ് കോൺക്രീറ്റ് റിസൾട്ട്സ്. എന്തെങ്കിലും ഒരു ഫലം, ഒരു പ്രായോഗിക ഫലം കലയിൽ നിന്നും ഉണ്ടാകുന്നു. ഇനി മൂന്നാമത്തതായി നമുക്ക് മനസ്സിലാക്കാം, ആർട്ട് ഇസ് ക്രിയേറ്റീവ്. കല സർഗാത്മകമാണ്. നാലാമതായി, ആർട്ട് ഇസ് പേഴ്സണലൈസ്ഡ്. ഓരോ കലാകാരന്മാരും കലയുടെ ആവിഷ്കാരം വ്യക്തിഗതമാണ്. ഓരോ കലാകാരന്മാരുടെ കലയുടെ ആവിഷ്കാരം വ്യക്തിഗതമാണ്, അല്ലേ? ഇപ്പോൾ 2 പാട്ടുകാരുണ്ടെങ്കിൽ 2 പേരുടെയും ഗാനശൈലി, ആലാപന ശൈലി വ്യത്യസ്തമായിരിക്കും. അത് വ്യക്തിഗതമാണ്, അല്ലേ? അഞ്ചാമതായി, ആർട്ട് കൻ ബി പെർഫെക്റ്റ് ത്രൂ പ്രാക്ടീസ്. പരിശീലനം കൊണ്ട് ഏതു കലയും മെച്ചപ്പെടുത്താം. ഇനി നമുക്ക് കലയുടെ സവിശേഷതകളെല്ലാം മാനേജ്മെന്റിനുണ്ടോ എന്ന് പരിശോധിക്കാം. Like an artist, a manager also uses his knowledge and skills to deal with situations. ഒരു കലാകാരനെ പോലെ തന്നെ ഒരു മാനേജറും അദ്ദേഹത്തിൻ്റെ അറിവും നൈപുണ്യവും ഉപയോഗിച്ചുകൊണ്ടാണ് തൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നത്. ഒരു മാനേജർ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിന്നും അദ്ദേഹത്തിന് എങ്ങനെയാണോ ലക്ഷ്യം നേടാൻ പറ്റുക, അതാണ് മാനേജ്മെന്റ് എന്ന് നമ്മൾ ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവും നൈപുണ്യവും ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു മാനേജറും പ്രവർത്തിക്കുന്നത്. രണ്ടാമതായി,
മാനേജ്മെന്റ് ഓൾസോ ലൈക്ക് ആർട്ട് ഈൽഡ്സ് കോൺക്രീറ്റ് റിസൾട്ട്സ്. കലയെ പോലെ തന്നെ മാനേജ്മെന്റും ഒരു റിസൾട്ട് കൈവരിക്കുന്നു. നമ്മൾ ഒരു ഗായകന്റെ കല എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗാനമാണെന്ന് പറഞ്ഞ പോലെ തന്നെ മാനേജറുടെ പ്രവർത്തനത്തിന് ഒരു റിസൾട്ട് ഉണ്ടാവുന്നു. എന്താണ് റിസൾട്ട്? ഇൻ ദ ഫോം ഓഫ് ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ആൻഡ് പ്രോഫിറ്റ്. അദ്ദേഹം മാനേജ് ചെയ്യുന്നതിന്റെ ഫലമായി ആ സ്ഥാപനത്തിന്റെ എഫിഷ്യൻസി വർദ്ധിക്കുന്നു, കാര്യക്ഷമത വർദ്ധിക്കുന്നു, തന്മൂലം ആ സ്ഥാപനത്തിന് ലാഭം ഉണ്ടാകുന്നു. ഇനി മൂന്നാമതായി നമുക്ക് നോക്കാം. ലൈക്ക് ഇൻ ആർട്ട്, മാനേജ്മെന്റ് ഇസ് ഓൾസോ എ personalized process. Every manager has his own unique style of management. മാനേജർമാരും ഒരു കലാകാരനെ പോലെ തന്നെ വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മാനേജ്മെന്റ് ശൈലികളാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു മാനേജറുടെ മാനേജ്മെന്റ് ശൈലി വേറൊരു മാനേജറുടെ മാനേജ്മെന്റ് ശൈലിയിൽ നിന്നും വ്യത്യസ്തമാണ്. ഓരോരുത്തർക്കും തനതായ ഒരു ശൈലിയുണ്ട്, മാനേജ്മെന്റ് ശൈലിയുണ്ട്. അവർ ഒരേ മാനേജ്മെന്റ് സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയവരാണെങ്കിലും ഓരോരുത്തരുടെയും മാനേജ്മെന്റ് വ്യത്യസ്തമായിരിക്കും, കലാകാരന്മാരെ പോലെ തന്നെ. നെക്സ്റ്റ് വൺ, മാനേജ്മെന്റ് ഇസ് ക്രിയേറ്റീവ്. എ മാനേജർ യൂസസ് ഹിസ് ക്രിയേറ്റിവിറ്റി ടു ഡീൽ വിത്ത് ഡിഫറെന്റ് സിറ്റുവേഷൻസ് ടു അച്ചീവ് ഒപ്റ്റിമം റിസൾട്ട്സ്. അതെന്താണ്? മാനേജ്മെന്റിൽ കലയെ പോലെ തന്നെ വളരെ ക്രിയേറ്റീവാണ്. എങ്ങനെയാണത്? ഒരു മാനേജർ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഫലം നേടുവാൻ ശ്രമിക്കുന്നു. അപ്പോൾ മാനേജ്മെന്റ് ക്രിയേറ്റീവ് അല്ലേ? ഇനി അഞ്ചാമതായി, എവറി മാനേജർ ബിക്കംസ് ബെറ്റർ വിത്ത് എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര കാലം മാനേജ്മെന്റ് ചെയ്യുന്നു ഒരു മാനേജർ, അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത് കൊണ്ട് അദ്ദേഹത്തിന് മെച്ചപ്പെടാം, അദ്ദേഹത്തിന്റെ മാനേജ്മെന്റ് ശൈലിയെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കാം. അതായത് പരിചയ സമ്പത്ത് കൂടുന്തോറും ഒരു മാനേജർ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ്, നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഡിസ്കഷനിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാം? ഫ്രം ദി അബൌവ് ഡിസ്കഷൻ വി കൻ സീ ദാറ്റ് management satisfies all the requirements of an art, so management can be called an art. നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മാനേജ്മെന്റിന് കലയുടേതായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മാനേജ്മെന്റിനെ നിസ്സംശയം ഒരു കല എന്ന് വിശേഷിപ്പിക്കാം. അതായി, ഇസ് മാനേജ്മെന്റ് എ പ്രൊഫഷൻ? മാനേജ്മെന്റ് ഒരു പ്രൊഫഷനാണോ എന്ന് പരിശോധിക്കാം. ആദ്യമായി നമുക്ക് പ്രൊഫഷന്റെ ഫീച്ചേഴ്സ് എന്തെന്ന് കാണാം. Let us examine the features of a profession. Every professional acquires systematic body of knowledge from specialized institutions. പ്രൊഫഷണൽ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? ഡോക്ടർ, എഞ്ചിനീയർ, ലോയർ, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഇവരെയൊക്കെ നമുക്ക് പ്രൊഫഷണൽസ് എന്ന് പറയാം. പ്രത്യേക സ്ഥാപനങ്ങളിൽ നിന്ന് നേടിയെടുക്കാവുന്ന അറിവാണ് ഒരു തൊഴിലിന്റെ അടിസ്ഥാനം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡോക്ടർ ആവണമെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കണം, അല്ലെ? ഒരു ലോയർ ആവണമെങ്കിൽ ഒരു ലോ കോളേജിൽ പഠിക്കണം. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നേടിയെടുക്കുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അറിവാണ് ഏതൊരു പ്രൊഫഷന്റെ അടിസ്ഥാനം. ഓക്കെ. ഈ രണ്ടാമതായി, എവറി പ്രൊഫഷൻ ഹാസ് എ പ്രൊഫഷണൽ അസോസിയേഷൻ that prescribes a code of conduct for its members. എല്ലാ പ്രൊഫഷനുകൾക്കും ഒരു അസോസിയേഷൻ രൂപപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ പ്രൊഫഷണലുകളും അതിലെ അംഗങ്ങൾ ആകണം. ഈ പ്രൊഫഷണൽ അസോസിയേഷൻ അംഗങ്ങൾക്ക് ഒരു പെരുമാറ്റച്ചട്ടവും നിർദ്ദേശിക്കാറുണ്ട്. അതായത് ഒരു പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി ആ പ്രൊഫഷന്റെ, ആ തൊഴിലിന്റെ പ്രൊഫഷണൽ അസോസിയേഷനിൽ അംഗമാകണം. ഉദാഹരണത്തിന് IMA എന്ന് പറയുന്നത്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറയുന്നത് ഡോക്ടേഴ്സിന്റെ പ്രൊഫഷണൽ അസോസിയേഷനാണ്. എല്ലാ ഡോക്ടേഴ്സും IMAയുടെ അംഗങ്ങളായിരിക്കും. അതേപോലെ തന്നെ ലോയേഴ്സ്,
ബാർ കൗൺസിലിൻ്റെ അംഗങ്ങളായിരിക്കും. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നൊരു സ്ഥാപനമുണ്ട്, എന്നൊരു പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ട്. ഇതിലെ അംഗങ്ങളായിരിക്കും എല്ലാ ലോയേഴ്സും. ഇനി മൂന്നാമത്തെ ഫീച്ചർ എന്താണ് പ്രൊഫഷൻ്റെ? എൻട്രി ടു എ പ്രൊഫഷൻ ഇസ് റിസ്ട്രിക്റ്റഡ് ത്രൂ എക്സാമിനേഷൻസ്. ഒരു പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഒരു പ്രത്യേക പരീക്ഷ എഴുതി പാസ്സാവേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, ടു ബിക്കം എ CA, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവണമെങ്കിൽ one must pass the examination conducted by the ICAI, Institute of Chartered Accountants of India നടത്തുന്ന പരീക്ഷ പാസ്സായാലാണ് ഒരു വ്യക്തിക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകാൻ പറ്റുക. ഇനി വേറെന്തൊക്കെ സവിശേഷതകളുണ്ട് ഒരു പ്രൊഫഷന്? ദി മെയിൻ എയിം ഓഫ് എനി പ്രൊഫഷൻ ഇസ് ടു റെൻഡർ സർവീസ്. ഒരു തൊഴിലിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സർവീസ് ആണ്, സേവനം ആണ്. ഇനി ഈ ഫീച്ചേഴ്സൊക്കെ മാനേജ്മെന്റിനുണ്ടോ എന്ന് പരിശോധിക്കാം. The discipline of management also has systematic body of knowledge that can be acquired from business schools that offer courses in management. നമ്മൾ നേരത്തെ പഠിച്ചുല്ലോ, പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥാപനത്തിൽ നിന്നും വിദ്യ ആർജിക്കുമ്പോഴാണ് ഒരു പ്രൊഫഷണലാവുക, അല്ലേ? മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ ഒരു സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ഉണ്ട്, ഒരു അറിവിൻ്റെ ഖനിയുണ്ട്. അത് നമുക്ക് എവിടെ നിന്നാണ് പഠിച്ചെടുക്കാൻ പറ്റുക? ബിസിനസ് സ്കൂൾസ്, മാനേജ്മെൻറ്റ് എന്ന പഠന വിഷയം ഓഫർ ചെയ്യുന്ന കോളേജുകളിൽ നിന്നും നമുക്ക് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള അറിവുകൾ നേടാം. സോ ഇക്കാര്യത്തിൽ മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനെ പോലെ തന്നെയാണ് നമുക്ക് പറയാം. ഇനി രണ്ടാമത്തത്, എൻട്രി ടു ദിസ് പ്രൊഫഷൻ ഇസ് നോട്ട് റിസ്ട്രിക്റ്റഡ് ത്രൂ എനി പെർട്ടിക്കുലർ എക്സാമിനേഷൻ. അതായത് ഒരു മാനേജർ ആവണമെങ്കിൽ MBA പരീക്ഷ പാസ്സാവണം എന്നൊരു നിർബന്ധവും ഇല്ല, ഒരു പർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ വേണമെന്നില്ല. ഇൻഫാക്റ്റ് ചില ട്രഡീഷണൽ ബിസിനസ്സുകളിൽ അതിൻ്റെ മാനേജേഴ്സ് എന്ന് പറയുന്നത് കാര്യമായ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ലാത്തവർക്ക് പോലും നല്ല മാനേജേഴ്സായി പ്രവർത്തിക്കാൻ കഴിയും. അതായത് ഒരു മാനേജ്മെൻറ്റ് എന്ന മേഖലയിൽ കടന്നു വരുന്ന വ്യക്തിക്ക് പ്രത്യേകിച്ചൊരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണമെന്ന് ഇല്ല എന്ന് ചുരുക്കം. Entry to this profession is not restricted through any particular examination. That is, even without obtaining a degree in management, one can be a manager. മാനേജ്മെൻറ്റിൽ ഡിഗ്രി ഇല്ലാതെ തന്നെ നമുക്ക് മാനേജറായി പ്രവർത്തിക്കാം. അങ്ങനെയൊരു നിർബന്ധമൊന്നും മാനേജ്മെൻറ്റ് മുന്നോട്ട് വയ്ക്കുന്നില്ല. അപ്പോൾ അത് പ്രൊഫഷനെ പോലെയല്ല, അല്ലേ? പ്രൊഫഷണൽ ആവണമെങ്കിൽ എന്ത് വേണം? പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വേണം. ഇനി മൂന്നാമതായി, even though there is an association for managers, namely the All India Management Association, all managers need not strictly be enrolled with them. അതായത് മാനേജേഴ്സിന് ഒരു പ്രൊഫഷണൽ അസോസിയേഷനൊക്കെ ഉണ്ട്. എന്താണിത്? ഓൾ ഇന്ത്യ മാനേജ്മെൻറ്റ് അസോസിയേഷൻ എന്നൊരു പ്രൊഫഷണൽ അസോസിയേഷനൊക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും എല്ലാ മാനേജേഴ്സും അതിൻ്റെ അംഗങ്ങൾ ആകണമെന്ന് ഇല്ല. അവിടെയും മാനേജ്മെൻറ്റ് പ്രൊഫഷനിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നു. പ്രൊഫഷണൽ അങ്ങനെയല്ല, എല്ലാ പ്രൊഫഷണൽസിനും അതാത് പ്രൊഫഷണൽ അസോസിയേഷൻ്റെ അംഗങ്ങളായി മതിയാകും. മാനേജ്മെൻറ്റ് പക്ഷെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നാലാമതായി, there is no specific code of conduct for managers. ഇനി ഈ അസോസിയേഷൻ, പ്രൊഫഷണൽ അസോസിയേഷൻ എന്തിനാണ് വെക്കുന്നത്? അതിൻ്റെ അംഗങ്ങൾക്ക് ഒരു കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടം. ഈ പ്രൊഫഷണൽ അസോസിയേഷൻസ് ആണ് അതിൻ്റെ അംഗങ്ങൾക്ക് പെരുമാറ്റച്ചട്ടം നിർദ്ദേശിക്കുന്നത്. അതായത് അവർ എപ്പോഴും എങ്ങനെ പ്രവർത്തിക്കണം? സേവന മനോഭാവത്തോടെ പ്രവർത്തിക്കണം. അപ്പം അതിനുള്ള പെരുമാറ്റച്ചട്ടമൊക്കെ നിർദ്ദേശിക്കുന്നത് ഈ പ്രൊഫഷണൽ അസോസിയേഷൻസ് ആണ്. പക്ഷേ മാനേജേഴ്സിന് അങ്ങനെ പ്രത്യേകിച്ചൊരു പെരുമാറ്റച്ചട്ടമൊന്നും ഇല്ല. ഇനി അവസാനമായി നമുക്ക് നോക്കാം, മാനേജ്മെൻറ്റ് ഇസ് ഡൺ ഫോർ ഏർണിംഗ് പ്രോഫിറ്റ്. മാനേജ്മെൻറ്റ് ലാഭം നേടുവാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണ്. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ പ്രധാന ലക്ഷ്യം സോഷ്യൽ ഒബ്ജക്റ്റീവും പേഴ്സണൽ ഒബ്ജക്റ്റീവും ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ സർവ്വപ്രധാനമായ ലക്ഷ്യം അതിൻ്റെ എക്കണോമിക് ഒബ്ജക്റ്റീവ് തന്നെയാണ്, ലാഭം തന്നെയാണ്.
അല്ലേ? അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ ലാഭം ഏൺ ചെയ്യാൻ, ഈ ലാഭം നേടിയെടുക്കാൻ വേണ്ടി ഉള്ളതാണ്. അപ്പോൾ അവിടെയും സേവന മനോഭാവം എന്ന് പറയുന്നത് മാനേജ്മെന്റിൽ അത്ര അധികമൊന്നും ഇല്ല. ലാഭം നേടുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഇത്രയും ചർച്ചയിൽ നമുക്ക് എന്ത് മനസ്സിലാക്കിയെടുക്കാം? From the preceding discussion, we can come to the conclusion that management is not an exact profession. മാനേജ്മെന്റ് ഒരു കൃത്യതയാർന്ന പ്രൊഫഷൻ ഒന്നുമല്ല. പ്രൊഫഷന്റെ എല്ലാ ഗുണങ്ങളൊന്നും മാനേജ്മെന്റിന് ഇല്ല. ഇറ്റ് കെൻ ബി കോൾഡ് എ ഡെവലപ്പിംഗ് പ്രൊഫഷൻ. ഉയർന്നു വരുന്ന അതായത് മെച്ചപ്പെട്ട് വരുന്ന ഡെവലപ്പിംഗ് പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് മാനേജ്മെന്റിനെ കാണാം. എന്തുകൊണ്ട്? ആസ് മോർ ആൻഡ് മോർ കമ്പനീസ് ആർ പ്രിഫറിംഗ് ട്രേഡ് മാനേജേഴ്സ് ടു അൺട്രെയിൻഡ് മാനേജേഴ്സ്. ഇപ്പോൾ കമ്പനികൾ പഴയ പോലെ ഏത് ഡിഗ്രിയുള്ള ആൾക്കാരെയും മാനേജറായി നിയമിക്കുന്നില്ല. അവർ MBA ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരെയാണ് മാനേജേഴ്സായിട്ട് അവരുടെ സ്ഥാപനത്തിൽ അപ്പോയിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പതുക്കെ പതുക്കെ മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ എന്നുള്ള നിലയിൽ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. തൽക്കാലം അതൊരു ഫുള്ളി ഡെവലപ്ഡ് പ്രൊഫഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇന്നത്തെ ചർച്ചയിൽ നിന്നും നമ്മൾക്ക് എന്ത് മനസ്സിലായി? മാനേജ്മെന്റ് നിശ്ചയമായും ഒരു കലയാണ്. മാനേജ്മെന്റ് ഒരു അപൂർണ ശാസ്ത്രം അഥവാ ഇൻഎക്സാക്ട് സയൻസ് അഥവാ ബിഹേവിയറൽ സയൻസ് അഥവാ സോഷ്യൽ സയൻസ്, അതായത് സാമൂഹ്യ ശാസ്ത്രം എന്ന് നമുക്ക് പറയാം. എന്തായാലും പൂർണ്ണമായൊരു ശാസ്ത്രമല്ല. പിന്നെയോ മാനേജ്മെന്റ് ഇസ് എ ഡെവലപ്പിംഗ് പ്രൊഫഷൻ. ഇപ്പോൾ മാനേജ്മെന്റിനെ പൂർണ്ണമായി വികസിതമായൊരു പ്രൊഫഷൻ, തൊഴിൽ എന്ന് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ അതൊരു ഡെവലപ്പിംഗ് പ്രൊഫഷനാണ്. അടുത്തതായി നിങ്ങൾക്കുള്ള അസൈൻമെന്റ് ആണ്. വൈ ഇസ് മാനേജ്മെന്റ് കോൾഡ് എൻ ആർട്ട്? മാനേജ്മെന്റിനെ കല എന്നെന്തുകൊണ്ട് നമ്മൾ പറയുന്നു? മാനേജ്മെന്റ് ഇസ് കോൾഡ് എ ഫുള്ളി ഡെവലപ്ഡ് പ്രൊഫഷൻ. ഡു യു എഗ്രി? മാനേജ്മെന്റിനെ നമ്മൾ ഒരു പരിപൂർണ പ്രൊഫഷൻ എന്ന് വിശേഷിപ്പിച്ചാൽ നിങ്ങൾ സമ്മതിക്കുമോ? അതിന്റെ കാരണം കൂടി വിശദമാക്കുക. വൈ ഇസ് മാനേജ്മെന്റ് കോൾഡ് ആൻ ഇൻഎക്സാക്ട് സയൻസ്? മാനേജ്മെന്റ് ഒരു പൂർണ്ണ ശാസ്ത്രം അല്ല എന്ന് നമ്മൾ എന്തുകൊണ്ട് പറയുന്നു? അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.